ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഖി നഖി രക്ഷതേ ഡൃഗിൻകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ശ്ലോകം 12. ദിനയാമിന്നോ സായം പ്രാതഃ ശിശിരവസന്തോ പുനരായാതഃ കാലക്രീഡതി ഗച്ഛത്യായുഃ തദവിനമുഞ്ചത്യാശാവായുഃ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ദിനയാമിന്യൗ പകലും രാവും, സായം പ്രാതഃ വൈകുന്നേരവും രാവിലെയും, ശിശിരവസന്ത ശിശിരവും വസന്തവും, പുനരായത്വ പുനരായാതഃ വീണ്ടും വീണ്ടും വന്നും പോയുമിരിക്കുന്നു, കാലം ക്രീഡതി കാലം കളിക്കുകയാണ്, ആയുഗച്ഛതി ആയുസ് പോയി പോകുന്നു, തദവി എന്നിട്ടും, ആശാവായു ന മുഞ്ചതി ആശകളെ വിടുന്നില്ല. പകൽ കഴിഞ്ഞ് രാത്രിയാവുന്നു, രാത്രി പോയി പകൽ വീണ്ടും വരുന്നു, പ്രഭാതം ജ്വലിച്ച് മധ്യാഹ്നമായി വളരുന്നു, മധ്യാഹ്നം ക്ഷയിച്ച് സായാഹ്നമായിരിക്കുകയാണ്. നാളുകൾ നീങ്ങി മാസങ്ങളാകുന്നു, മാസങ്ങൾ കഴിഞ്ഞ് കൊല്ലങ്ങളും, കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തടസ്സമില്ലാതെ മുന്നോട്ട് ഉരുണ്ടുകൊണ്ടിരിക്കുന്ന മഹാകാലചക്രത്തിൻ്റെ അടിയിൽപ്പെട്ട് എല്ലാം തകഞ്ഞരഞ്ഞ് നശിച്ചു കൊണ്ടിരിക്കുകയാണ്. അലംഘ്യശക്തിയായ കാലത്തിൻ്റെ വക്രത്തിൽ അകപ്പെടാത്തതായി ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. എല്ലാറ്റിനെയും കൊന്നു തിന്നടുക്കിക്കൊണ്ട് കാലം മുന്നോട്ട് തന്നെ നീങ്ങുന്നു. അങ്ങനെ ഭാവി വർത്തമാനമായി മാറുന്നു, വർത്തമാനം ഭൂതത്തിൽ ചെന്ന് ലയിക്കുകയും ചെയ്യുന്നു. ഇന്നലെ ഭാവി ഇന്നേക്ക് വർത്തമാനമായി കഴിഞ്ഞു, അതുതന്നെ നാളെയാവുമ്പോഴേക്കും ഭൂതമായി മാറുകയും ചെയ്യും. കാലം അടങ്ങി നിൽക്കില്ല, ഒരു വിധത്തിലും അതിനെ തടഞ്ഞു നിർത്താനുമാവില്ല. ആർക്കു വേണ്ടിയും അത് കാത്തു നിൽക്കുകയുമില്ല, എപ്പോഴും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ടും മൂഢനായ മനുഷ്യൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഭൂതകാല സ്മരണങ്ങൾ അയവിറക്കിക്കൊണ്ട് വർത്തമാനകാലത്തെ വൃഥാവിലാക്കുന്നു. മാത്രമോ ദൈനംദിന ജീവിതത്തിലെ വിവേകശൂന്യമായ വെപ്രാളം കാരണം വർത്തമാനകാലം നീറിപ്പുകയുകയാണ്. അങ്ങനെ പൊങ്ങുന്ന പുക കാരണം അയാളുടെ കാഴ്ച തന്നെ മങ്ങിപ്പോകുന്നു. അതിനാൽ ഭാവിയെക്കുറിച്ചുള്ള ഭയാശങ്കകൾ അയാളെ അലട്ടിക്കൊണ്ടുമിരിക്കുന്നു. അപ്രതിരോധ്യമായ കാലപ്രവാഹത്തിൽപ്പെട്ട് ഇങ്ങനെ ക്ലേശഭൂയിഷ്ടമായ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ പ്രതീക്ഷകളും പ്രവർത്തന പരിപാടികളും എല്ലാം വിഫലങ്ങളായി പോകുന്നതിൽ എന്താണ് ആശ്ചര്യം? ജീവിത നാടകത്തിലെ ഈ തമാശ കണ്ട് ലോകരഹസ്യം മനസ്സിലാക്കിയ ധീമാനായ നചികേതസ് കഠോപനിഷത്തിലെ ഒരു കൊച്ചു സത്യാന്വേഷി അച്ഛനായ വാജസ്രവസിനെ സാന്ത്വനിപ്പിക്കുന്നത് നോക്കുക. സസ്യങ്ങളെപ്പോലെ പാകം വന്ന് നശിക്കുകയും വീണ്ടും ഉണ്ടാവുകയും ചെയ്യുന്നു. സസ്യമിവ മർത്യഃ പച്യതേ സസ്യമിവ ജായതേ പുനഃ. കഠോപനിഷത്ത്. ഒന്നും ശാശ്വതമല്ല. ആ ആധ്യാത്മിക തേജസ്വി നചികേതസ് പിന്നീട് തൻ്റെ ഗുരുവായ യമധർമ്മരാജാവിൻ്റെ മുമ്പിൽ വെച്ച് പറയുന്ന ഗംഭീര വാക്കുകൾ ശ്രദ്ധേയങ്ങളാണ്. യമൻ നൽകിയ അത്യന്തം വിശിഷ്ടമായ പ്രലോഭന സമ്മാനങ്ങളൊക്കെ നിരസിച്ചുകൊണ്ട് ആ ബാലൻ പറയുകയാണ്, അങ്ങേക്ക് നൽകാൻ കഴിയുന്ന ദീർഘായുസ് പോലും എത്ര ക്ഷണികം. ഈ നൃത്തവും ഗീതവുമൊക്കെ അങ്ങയ്ക്കു തന്നെ ഇരിക്കട്ടെ. അഭിസർവം ജീവിതമൽപമേവ തവൈവ വാഹാസ്തവ നൃത്യഗീതി. കഠോപനിഷത്ത്. കാലത്തിൻ്റെ കരുണയിലാണ് ജീവിതം. അതറിയാതെ അഥവാ ഓർക്കാതെ മനുഷ്യൻ ആകാശക്കോട്ട കെട്ടിക്കഴിയുന്നു. വിഷയങ്ങൾ നേടാനും ഭുജിക്കാനും ധനം സമ്പാദിക്കാനും കൈയടക്കി വയ്ക്കാനുമുള്ള കഠിനാധ്വാനം ചെയ്തും നാളെയെപ്പറ്റി ദിവാസ്വപ്നം കണ്ടുകൊണ്ടും നാളുകൾ കഴിച്ചുകൊണ്ടിരിക്കെ ഓർക്കാപ്പുറത്തെന്നോണം മൃത്യു ചാടി വീണ് എല്ലാം വിഴുങ്ങിക്കളയുന്നു. മരിക്കുമ്പോൾ ഒരു സാധനം പോലും ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോവാൻ ആർക്കും സാധ്യമല്ല. എല്ലാം ഇവിടെ തന്നെ വിട്ടുപോവാൻ അവൻ നിർബന്ധിതനാവുന്നു. അല്ല, അപ്പോഴും ഒരു വിഴുപ്പുപാണ്ഡം അയാൾക്ക് വിടാൻ വയ്യ. തദപിന മുഞ്ചത്യാശാവായു
കാമദുഷിത്വവും സ്വാർത്ഥപങ്കിലവുമായ ക്ഷുദ്രജീവിതം നയിച്ചതിൻ്റെ ഫലമായി ഉള്ളിൽ ഊറിക്കൂടിയ മലിനവാസനകളുടെ മാറാപ്പും ചുമന്നുകൊണ്ട് പോകുന്ന മനുഷ്യൻ്റെ ആ പോക്ക് അഹോ എത്ര ദയനീയം. വിഷയവസ്തുക്കളിൽ കാണുന്ന തിളക്കവും സൗന്ദര്യവും വശ്യമോഹന ശക്തിയുമൊക്കെ നമ്മുടെ മനസ്സ് അവയിൽ കൽപ്പിച്ചവയാണ്. അവയ്ക്ക് സ്വയമേവ ഈ വക ഗുണങ്ങളൊന്നുമില്ല. സ്വപ്നത്തിൽ അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ വെറും മനകൽപ്പിതങ്ങളാണല്ലോ. യഥാർത്ഥത്തിൽ ഇല്ലാത്തതെങ്കിലും ഉള്ളതുപോലെ തോന്നിക്കാനുള്ള ശക്തി മനസ്സിനുണ്ടെന്നർത്ഥം. പ്രസ്തുത കൽപ്പനാശക്തി വിഷയങ്ങളിൽ സുഖം കുടികൊള്ളുന്നു എന്ന് തോന്നൽ. സത്യത്തെ മറച്ചുകളയുന്ന സ്വർണ്ണ തകിടുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു സത്യത്തിൻ്റെ മുഖം. ഹിരൺമയേന പാത്രേണ സത്യസാവിഹിതം മുഖം എന്ന് ഈശാവാസ്യോപനിഷത്ത് ഘോഷിക്കുന്നുണ്ട്. ഇവിടെ സർവവും ഈശൻ വ്യാപ്തമാണ്. ഈശാവാസ്യമിതം സർവം. ഈശ്വരനിൽ നിന്ന് അന്യമായി ഒന്നും തന്നെ ഇല്ല. എല്ലാം ഈശ്വരമയം തന്നെ. എങ്കിലും കാമതിമിരം ബാധിച്ച മനുഷ്യൻ ഈ പരമസത്യം കാണുന്നില്ല. പൂർണ്ണാത്മാവാണ് താൻ എന്ന യാഥാർത്ഥ്യം അറിയുന്നില്ല. രാമനോടുള്ള പ്രേമത്തേക്കാൾ ബലവത്തായിത്തീരുന്നു സീതയ്ക്ക് പൊന്മാനോടുള്ള പ്രിയം. മനുഷ്യനെ വ്യാമോഹിപ്പിക്കാനുള്ള മായയുടെ ശക്തി അത്ഭുതമെന്നല്ലാതെ എന്തു പറയാൻ. ആയുസ്സു ചുരുങ്ങി വരികയാണ്. എന്നാൽ തൃഷ്ണയാവട്ടെ പെരുകിക്കൊണ്ടുമിരിക്കുന്നു. എണ്ണി എണ്ണി കുറയുന്നതിനായുസ്സും മണ്ടി മണ്ടി കരേറുന്നു മോഹവും. ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള വിഷയ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ കാമം ശമിക്കുന്നതിനു പകരം വർദ്ധിക്കുകയേ ഉള്ളൂ. കുറെ കഴിഞ്ഞാൽ ദേഹം ജീർണിക്കും, ഒന്നിനും വയ്യാതാവും. വിഷയം ഭുജിക്കേണ്ട വേണ്ട ശക്തികളില്ലെങ്കിലും മനുഷ്യൻ്റെ വിഷയകൊതി മാറില്ല. പിന്നീട് അരിച്ചരിച്ച് മരണം തന്നെ സമീപിക്കുന്നത് മനുഷ്യനറിയുന്നില്ല. ജരാവ്യാധി തുടങ്ങിയ പരിവാരങ്ങളോടെയാണ് മരണത്തിൻ്റെ വരവ്. അവയുടെ കടന്നാക്രമണം നിമിത്തം പരവശനും വ്യാകുലചിത്തനും ഭയചകിതനുമായ ജീവൻ അവയാൽ ദയനീയമാം വണ്ണം ബലാത്കാരേണ നശിക്കപ്പെട്ട് ശ്മശാനത്തിൽ ചെന്നെത്തുന്നു. അപ്പോഴും ദുഃഖാത്മകങ്ങളായ വിഷയങ്ങൾ കൊണ്ട് സുഖിക്കാനാണ് അയാൾക്ക് കൊതി. വിവേകത്തോടെ ജീവിക്കൂ. മനസ്സിൽ നിന്ന് കാമനകളകറ്റൂ. നശ്വര വിഷയങ്ങളും അവയിലൂടെ കിട്ടുന്ന സുഖദുഃഖാനുഭവങ്ങളും എല്ലാം മനക്കൽപ്പിതങ്ങളാണെന്നറിഞ്ഞ് അവയ്ക്ക് പിന്നിൽ സത്യമായി വർത്തിക്കുന്ന പരമാത്മാവിനെ ശാശ്വത സുഖത്തിൻ്റെയും പരമസംതൃപ്തിയുടെയും നികേതനമായ ഈശ്വരപദത്തെ അന്വേഷിച്ച് കണ്ടെത്തൂ. ബ്രഹ്മാനന്ദാനുഭൂതി അനുഭവിക്കൂ. അതിൽ മാത്രമേ നിങ്ങൾ പൂർണ്ണ സംതൃപ്തരാകൂ. കാമജ്വരം നീങ്ങിയ മനസ്സുകൊണ്ട് അത് അന്വേഷിക്കൂ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതേ ഋഗുങ്കരണേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സർവം കൃഷ്ണാർപ്പണം. ഓം തത്സത്.